Network News is brought to you in association with Coloricals Gold Park, Manufacturers and Wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം മാർച്ച് 16 ഞായറാഴ്ച ആരംഭിക്കും. പുരാവസ്തു തുറമുഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ വീണ്ടും വാഹനാപകടം. ചെറുതാഴം ഭാസ്കരൻ പീടികയിൽ കയറ്റത്തിൽ നിന്നും നിയന്ത്രണം വിട്ട നാഷണൽ പെർമിറ്റ് ലോറി വീടിന് സമീപത്തേക്ക് മറിഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി 9:45 അപകടം. പയ്യന്നൂർ കോളേജിൽ ഹോളി ആഘോഷത്തിനിടെ വിദ്യാർത്ഥികൾ തമ്മിൽ കയ്യാങ്കളി. ഒരു വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. മുത്തത്തി സ്വദേശിയായ ഹിന്ദി 1ാം വർഷ വിദ്യാർത്ഥി അർജുനെയാണ് ഗുരുതരമായ പരിക്കുകളോടെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സീനിയർ ചമയരുത് എന്ന കാരണം പറഞ്ഞ് 1ാം വർഷ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ആക്രമിച്ചത് അതിക്രൂരമായി. ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ നെറ്റ്വർക്ക് ന്യൂസിനോട് അർജുൻ പങ്കുവച്ചു. ലഹരി പരിശോധന ശക്തമാക്കി കണ്ണപുരം പോലീസ്. ഇരിണാവ് കച്ചേരിത്തറയിൽ നിന്ന് 1000-ഓളം പാക്കറ്റ് നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടി. പാപ്പിനിശ്ശേരി വെസ്റ്റ് ഇല്ലാപ്പുറത്തെ EP ജിയാദിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത്. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം മാർച്ച് 16 ഞായറാഴ്ച ആരംഭിക്കും. പുരാവസ്തു തുറമുഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കും. പയ്യന്നൂർ നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ പുതിയ ബസ് സ്റ്റാൻഡിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം മാർച്ച് 16 ഞായറാഴ്ച കേരള സംസ്ഥാന പുരാവസ്തു തുറമുഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. പയ്യന്നൂർ MLA TA മധുസൂദനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത സ്വാഗതം ആശംസിക്കും. നഗരസഭയുടെ തനതു ഫണ്ട് 5 കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം നടത്തുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ വീണ്ടും വാഹനാപകടം. ചെറുതാഴം ഭാസ്കരൻ പീടികയിൽ കയറ്റത്തിൽ നിന്നും നിയന്ത്രണം വിട്ട നാഷണൽ പെർമിറ്റ് ലോറി വീടിന് സമീപത്തേക്ക് മറിഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി 9:45 അപകടം. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ ചെറുതാഴം ഭാസ്കരൻ പീടികയിലാണ് വാഹനാപകടം നടന്നത്. രാജസ്ഥാനിൽ നിന്നും മാർബിളുമായി വരികയായിരുന്ന ലോറി അപകടത്തിൽപ്പെട്ടു. പഴയങ്ങാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറി കയറ്റത്തിൽ നിന്നും നിയന്ത്രണം വിട്ട് പിറകിലോട്ട് വന്നാണ് വീടിന് സമീപത്തേക്ക് മറിഞ്ഞത്. വെള്ളിയാഴ്ച രാത്രി 9:45 അപകടം നടന്നത്. കയറ്റം കയറിപ്പോകാൻ നാഷണൽ പെർമിറ്റ് ലോറിയാണ്, ടോറസാണ്, മാർബിളായിട്ട് വരുന്നത്. നേരെ ബ്രേക്ക് ചവിട്ടി കിട്ടാനായിട്ട് ബ്രേക്ക് ഫെയിലായിട്ട് ഇറങ്ങി വന്നതാണ്. ഫുള്ളായി റോങ് സൈഡ് വന്നിട്ടാണ് ഇപ്പുറം വീണത്. നമ്മളെ മതിൽ, തെങ്ങ്, വാഴ എല്ലാം പോയിട്ടുണ്ട്. കഴുകലും ഡ്രൈവർക്ക് പരിക്ക് പറ്റിയത് 2 ഡബിൾ ഡ്രൈവർമാരാണ്. അവർക്ക് പരിക്ക് പറ്റി കൈക്കും കാക്കലും പരിക്കുണ്ട്. എന്നിട്ട് ഓൺ ദ സ്പോട്ടിൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ആംബുലൻസിൽ. പോലീസുകാരുണ്ടായി, പരിയാരം പോലീസ് ഉണ്ടായി. അപ്പോൾ ഇത് പറയാനുള്ള വെച്ചാൽ റോഡിൻ്റെ അശാസ്ത്രീയത. പണ്ട് KSTP തുടങ്ങുമ്പോൾ മുതൽ റോഡിൻ്റെ അശാസ്ത്രീയ അങ്ങ് മേലോളമുണ്ട്. വളവ് ഡ്രൈവർമാർക്ക് കാണൂല, പുറത്തു വരുന്ന ഡ്രൈവർമാർക്ക് കാണൂല. അങ്ങനെയാണ് സംഭവം. തലനാരിഴയ്ക്ക് വൻ ദുരന്തമാണ് ഒഴിവായിപ്പോയത്. അപകടത്തിൽ വീട്ടുമതിലടക്കം തകർന്നിരുന്നു. പരിക്കു പറ്റിയ ലോറി ഡ്രൈവർ അടക്കമുള്ള രാജസ്ഥാൻ സ്വദേശികൾ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ കോളേജിൽ ഹോളി ആഘോഷത്തിനിടെ വിദ്യാർത്ഥികൾ തമ്മിൽ കയ്യാങ്കളി. ഒരു വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. മുത്തത്തി സ്വദേശിയായ ഹിന്ദി 1ാം വർഷ വിദ്യാർത്ഥി അർജുനാണ് ഗുരുതര പരിക്കുകളോടെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്.
പയ്യന്നൂർ കോളേജിൽ ഹോളി ആഘോഷത്തിനിടെ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. 1ാം വർഷ ബിരുദ വിദ്യാർത്ഥി അർജുനെ വാരിയലിനേറ്റ പരിക്കുമായി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരസ്പരം നിറങ്ങൾ വാരിത്തേക്കുന്നതിനിടയിലാണ് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷവും തമ്മിലടിയുമുണ്ടായത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സീനിയർ ചമയരുത് എന്ന കാരണം പറഞ്ഞ് 1ാം വർഷ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ആക്രമിച്ചത് അതിക്രൂരമായി. കൊല്ലും എന്ന് ആക്രോശിച്ചു. നിലത്തിട്ട് ചവിട്ടി. കഴുത്തു ഞെരിച്ച് വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം ഒഴുകി. തല്ലല്ലേ എന്ന് അപേക്ഷിച്ചിട്ടും അക്രമികൾ കേട്ടില്ല. ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ നെറ്റ്വർക്ക് ന്യൂസിനോട് അർജുൻ പങ്കുവച്ചു. പയ്യന്നൂർ കോളേജിൽ കഴിഞ്ഞ ദിവസം നടന്ന ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷത്തിൽ അർജുൻ ഫസ്റ്റ് ഇയർ ഹിന്ദി വിഭാഗത്തിൽ പഠിക്കുന്ന അർജുന് മാരകമായിട്ടുള്ള പരിക്കേറ്റിരിക്കുകയാണ്. വാരിയല് കിട്ടിയ നിലയിലാണ്. അർജുൻ ഇപ്പൊ നമ്മോട് സംസാരിക്കുകയാണ്. കൊല്ലാനുള്ള ശ്രമം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്, അല്ലെ? തലമുറ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുന്നില്ല സമയത്ത് അപ്പം വീട് ശ്വാസം കിട്ടുന്നില്ല പറയുമ്പം പുറത്തെ അവര് തല്ലുന്നവർ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ തീർത്തിരേ വിടൂ ഇങ്ങനത്തെ വളർത്താൻ അവർ പറഞ്ഞു. പിന്നെ എല്ലാം പ്രശ്നമില്ല കഴിഞ്ഞിട്ടാണെന്ന് പോകുമ്പോൾ പറഞ്ഞത് നിന്നെ ഇനി കിട്ടും നമുക്ക് അങ്ങനെ പറഞ്ഞൊരു മാതിരി ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വണ്ടിയിലേക്ക് പോകുമ്പോൾ എനിക്ക് പോകുന്നുണ്ടായിട്ട് അത് കുറേ ചവിട്ടും തല്ലും ചെയ്തു. 25-ലധികം ആളുകളാണ് ഒറ്റയ്ക്ക് ഒരു കുട്ടീനെ അടിച്ചത്. എൻ്റെ ഒന്നിച്ച് 4 ആളുണ്ടായിരുന്നു. അവർ പരമാവധി പിടിച്ചു മാറ്റാനും നോക്കി. അവർ കുറേ 10-30 ആളുണ്ടാകുമ്പോൾ ഈ 5-6 ചെയ്യാൻ പറ്റുമല്ലോ. അവർക്കും അടിയിലും കിട്ടിയില്ല. അവർക്കും കയ്യിലുണ്ട്. എന്തായാലും ഒരു കാരണം പറയുന്നവർ കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവർ സെക്കൻഡ് ഇയർ, എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് സെക്കൻഡ് ഇയർ. അപ്പോൾ അവരൊന്നിച്ച് നടക്കുമ്പോൾ വേറെങ്ങനെ അവർ വ്യക്തിപരം ഒരു ഈഗോ പ്രശ്നം ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇയർ അല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഒരാളെ വെറുതെ നിൽക്കുന്നുണ്ടായിരുന്നു. ഡാൻസൊന്നും കളിച്ചിട്ടൊന്നുമില്ല. പരിപാടിക്ക് നിൽക്കുന്ന സമയത്ത് എന്നോട് വന്നിട്ട് ഇങ്ങനെ ഒച്ചപ്പാടിലാക്കി. എന്നിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാൽ ഒരു അടി അടിച്ചാലും ഞാൻ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പോകാൻ ചങ്ങായ ഒരു കൂട്ടിയിട്ട് പോകാൻ നിൽക്കുമ്പോൾ എല്ലാവരും കൂടിയിട്ട് വെച്ചു. നിലത്ത് വീണു. നിലത്ത് വീണ സമയത്ത് എല്ലാവരും ഇങ്ങനെ ചവിട്ടും. അങ്ങനെ മാറാനൊന്നുമില്ല. അവിടെ എല്ലാവരും എല്ലാവരും കൂടി ചവിട്ടുകയല്ലേ. ഒരാളെ സംഘം ചേർന്ന് ആക്രമിക്കുക, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ മാരകമായി ആക്രമിക്കുക എന്നതൊക്കെ വളരെ ഖേദകരമായ കാര്യം തന്നെയാണ്. ഷഹബാസിന്റെയൊക്കെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും കുട്ടികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട വിഷയം തന്നെയാണ്. അതിന്റെ തൊട്ടടുത്ത് നിന്ന് കാര്യങ്ങൾ കാണുമ്പോൾ അറിയാം അവൻ അനുഭവിക്കുന്ന വേദന എത്രത്തോളമാണ് എന്ന്. അക്രമത്തിന്റെ ദൃശ്യങ്ങൾ തന്നെ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. ഇത്തരത്തിലൊക്കെ നമ്മുടെ കുട്ടികൾ മാറിപ്പോകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇതിൽ രാഷ്ട്രീയമോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഇയറിൽ കുട്ടികളുടെ ഒപ്പം നടക്കരുത് എന്ന്. ഹിന്ദി ഫസ്റ്റ് ഇയർ ആണ് അർജുൻ എന്നതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇയറിലെ കുട്ടികളോട് നടക്കരുത്, സീനിയർ ചമയരുത് എന്നൊക്കെ പറഞ്ഞാണ് സീനിയർ വിദ്യാർത്ഥികൾ ഇത്രയും ക്രൂരമായ ഒരു കുട്ടിയെ ആക്രമിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. ലഹരി പരിശോധന ശക്തമാക്കി കണ്ണപുരം പോലീസ്. ഇരിണാവ് കച്ചേരിത്തറയിൽ നിന്ന് 1000-ഓളം പാക്കറ്റ് നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടി. പാപ്പിനിശ്ശേരി വെസ്റ്റ് ഇല്ലാപ്പുറത്തെ EP ജിയാദിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം. സർക്കാർ നിർദ്ദേശപ്രകാരം കണ്ണപുരം പോലീസ് ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നതിനായി പരിശോധന നടത്തിവരികയായിരുന്നു. വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്ന ഹാൻസ് സ്കൂൾ തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ 1000 പാക്കറ്റുകളാണ് പിടികൂടിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇവ നാട്ടിൽ എത്തിക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിലും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലുമാണ് വിൽപ്പന നടത്തുന്നത്. കണ്ണപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 1 മാസത്തിനകം 21 കേസുകൾ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് കണ്ണപുരം CI ബാബുമോൻ പറഞ്ഞു. CPOമാരായ TV അനൂപ്, രജനീഷ് മുല്ലക്കൊടി, K ഉമേഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂരിലും പരിസരങ്ങളിലും ശുദ്ധമായ കുടിവെള്ളം മിതമായ നിരക്കിൽ നൽകി ശ്രദ്ധേയമാവുകയാണ് നഗരസഭ കുടുംബശ്രീ പ്രവർത്തകർ. ശീതളം എന്ന പേരിൽ ആരംഭിച്ച സ്ഥാപനം വിജയപാതയിൽ 7ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 3000-ഓളം കണക്ഷനുകളാണ് യൂണിറ്റിന് കീഴിലുള്ളത്. സ്ത്രീകൾക്കായി വ്യത്യസ്തങ്ങളായ വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് നഗരസഭയെ ശുദ്ധീകരിച്ച കുടിവെള്ള നിർമ്മാണ യൂണിറ്റ് എന്ന ആശയത്തിലേക്ക് എത്തിച്ചത്. പൊതുവിപണിയിൽ വെള്ളത്തിന് ഈടാക്കുന്ന അമിതവില നിയന്ത്രിക്കുവാനും ഇതിലൂടെ ലക്ഷ്യമിട്ടിരുന്നു. തുടക്കത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ 80 രൂപ ഈടാക്കിയിരുന്ന സ്ഥാനത്ത് 30 രൂപയ്ക്കാണ് നഗരസഭ കുടിവെള്ളം വിതരണം ചെയ്തത്. ഇപ്പോൾ 50 രൂപയാണ് 20 ലിറ്റർ ജാറിന് ഈടാക്കുന്നത്. KV ലീന, നന്ദ സുരേന്ദ്രൻ, K പ്രസീത, P ദിവ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ്
സ്ഥാപനം തുടങ്ങിയത്. 12,37,500 രൂപ ചെലവിൽ നഗരസഭ ഓഫീസ് വളപ്പിൽ ഇതിനാവശ്യമായ പ്ലാന്റ് സ്ഥാപിച്ചു. 6,73,500 രൂപ നഗരസഭ വിഹിതമായി അനുവദിക്കുകയും ബാക്കി തുക ബാങ്ക് വായ്പയെടുത്തുമാണ് തുടക്കം. സുരക്ഷിതമായ സ്രോതസ്സിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളം ശാസ്ത്രീയമായ ക്ലോറിനേഷനു ശേഷം ഡ്യുവൽ മീഡിയ, അയൺ റിമൂവർ, ആക്റ്റീവ് കാർബൺ ഫിൽറ്റർ എന്നിവയിലൂടെ കടന്ന് 2 മൈക്രോൺ ഫിൽറ്ററുകൾ വഴി റിവേഴ്സ് ഓസ്മോസിസ് സാങ്കേതിക വിദ്യയിലൂടെ പൂർണ്ണമായും ശുദ്ധീകരിച്ച ശേഷമാണ് ജാറുകളിലേക്ക് നിറക്കുന്നത്. നമ്മൾ 4 പേരാണ് ഇത് തുടങ്ങുന്ന സമയത്തുള്ളതും ഇപ്പോഴും അങ്ങനെ തന്നെ. ആദ്യകാലത്ത് നമുക്ക് വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് സപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് വേറെ ആളും ഉണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ നമ്മൾ തന്നെയായിരുന്നു ഇത് സപ്ലൈ ചെയ്തതും. വണ്ടി വാടകയ്ക്ക് എടുത്ത് നമ്മൾ തന്നെയാണ് ഇത് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കൂടുതൽ ഓർഡർ ലഭിച്ചതോടെ നമുക്ക് ഒറ്റയ്ക്ക് ഇത് സപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു ഡ്രൈവറെ വെക്കുകയും അവർക്ക് നമ്മളൊരു ബോട്ടിലിൻ്റെ മേലെ ഒരു തുക നൽകുകയും ചെയ്ത് അങ്ങനെയാണ് ഇതിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശശി വട്ടക്കോല് അന്നേരം CDS എല്ലാം കൂടിയാണ് അന്നേരം ഈ പ്രവർത്തനം നമ്മൾ 4 ആളെ വെച്ചിട്ട് നടത്തിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചത്. മറ്റ് പല സ്ഥലങ്ങളിലേക്കും പയ്യന്നൂരിന് അകത്തും പുറത്തും തന്നെ നമ്മൾ ഈ കുടിവെള്ളം കൊണ്ടുപോയിട്ടാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. കുടുംബശ്രീൻ്റെ ഒരു സംരംഭം എന്നുള്ള നിലയിൽ വലിയ വിശ്വാസത ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ട് എന്നുള്ളത്. 1 മണിക്കൂറിൽ 1000 ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കുവാൻ കഴിയുന്നതാണ് ഈ പ്ലാന്റ്. വീടുകളിലേക്കും മറ്റു സ്ഥാപനങ്ങളിലേക്കും ഒക്കെ വെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. ആവശ്യക്കാർ ഇവിടെ നേരിട്ടെത്തിയും വെള്ളം കൊണ്ടുപോകുന്നു. സാധാരണ നിലയിൽ 180ഓളം ജാറുകളാണ് ഒരു ദിവസം വിതരണം ചെയ്യുന്നത്. എന്നാൽ വേനൽ കടുത്തതോടെ കുടിവെള്ളത്തിന് ആവശ്യക്കാരേറി. സ്ത്രീ ശാക്തീകരണ മുന്നേറ്റങ്ങളിൽ പയ്യന്നൂരിനെ അടയാളപ്പെടുത്തുന്നതായി മാറുന്നുണ്ട് ശീതളം കുടിവെള്ള വിതരണം. നഗരസഭാ കുടുംബശ്രീയുടെ ശീതളം കുടിവെള്ള യൂണിറ്റ് 7ാം വർഷത്തിലേക്ക് വിജയകരമായി കടന്നിരിക്കുകയാണ്. ഇങ്ങനെയൊരു കുടിവെള്ള യൂണിറ്റ് ആരംഭിക്കുമ്പോൾ നഗരത്തിലൊക്കെയും കുടിവെള്ളത്തിന് ഈടാക്കുന്ന ഭീമമായ തുകയ്ക്ക് ഒരു തടയിടുക, അതുപോലെ സ്ത്രീകൾക്ക് വ്യത്യസ്തമായ മാർഗത്തിലൂടെ ഒരു വരുമാന മാർഗം എന്നതൊക്കെയായിരുന്നു ഉദ്ദേശം. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ട് തന്നെ 7ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകുവാനുള്ള എല്ലാ ആർജവവും ഇവർക്ക് ഉണ്ട് താനും. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെറ്റായ നടപടികൾക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി BJP 7ാം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മണ്ഡലം പ്രഭാരി AV സനൽ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ പദ്ധതികൾ ആരോഗ്യ പദ്ധതികൾ കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സംസ്ഥാനത്തെ പഞ്ചായത്തുകൾ വീഴ്ച വരുത്തുകയാണ്. ജനങ്ങൾക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇത് തടസ്സമാവുകയാണെന്നും BJP 7ാം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് AV സനൽ പറഞ്ഞു. ഈ രാജ്യത്തെ സാധാ ഗ്രാമാന്തരങ്ങളിലേക്ക് വികസനം കടന്നു ചെല്ലേണ്ട സ്ഥലങ്ങളെ നിങ്ങളതിനെ വികസനത്തെ മുരടിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണെന്ന് പറഞ്ഞാൽ ഒരാൾക്കും തെറ്റു പറയാനാകില്ല. അതാണ് ഞാൻ 7ാം പഞ്ചായത്തിൽ ഇനി എത്ര PMAY പദ്ധതികൾ എത്ര വർഷം ഈ സാമ്പത്തിക വർഷം നിങ്ങൾ എത്ര എണ്ണം നടപ്പിലാക്കി, ഇനി എത്ര എണ്ണം നടപ്പിലാക്കാൻ ബാക്കിയുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്കത് നടപ്പിലാക്കാൻ പറ്റുന്നില്ല എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കണ്ടേ. BJP 7ാം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് C ബൈജു അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് വടക്കൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അഭിഷേക് വേങ്ങര, KT മുരളി, അംഗങ്ങളായ T ശശീന്ദ്രൻ, MK കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കുഞ്ഞിമംഗലത്ത് നിർമ്മിക്കുന്ന ആധുനിക മിനി സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി ഏപ്രിൽ അവസാന വാരത്തോടെ പൂർത്തീകരിക്കും. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ കായിക വകുപ്പ് മുഖേന അനുവദിച്ച 50 ലക്ഷവും ഉൾപ്പെടെ 1 കോടി രൂപയാണ് സ്റ്റേഡിയത്തിനായി അനുവദിച്ചത്. M വിജിൻ MLAയുടെ നേതൃത്വത്തിൽ പ്രവൃത്തി വിലയിരുത്തി. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള 1 ഏക്കർ സ്ഥലത്താണ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകൾ ഉൾപ്പെടെ നടത്താൻ സാധിക്കുന്ന വിധത്തിൽ ഫ്ലഡ് ലൈറ്റിംഗ് സംവിധാനത്തോടെ സ്റ്റേഡിയം ഒരുക്കുന്നത്. ഇതിനായി മൈതാനത്തെ ഉന്നത നിലവാരത്തിൽ ഉയർത്തുകയും കാണികൾക്ക് ഫുട്ബോൾ മത്സരങ്ങൾ ഉൾപ്പെടെ കാണുന്നതിനുള്ള ഗാലറിയും 4 ഭാഗത്തും ഫെൻസിംഗ് സംവിധാനവും
ഡ്രൈനേജിംഗ്, റിട്ടൈനിംഗ് വാൾ, ചുറ്റുമതിൽ, ഗേറ്റ് എന്നീ സംവിധാനങ്ങളൊക്കെയും ഒരുക്കുന്നുണ്ട്. ഇതിന്റെ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സ്റ്റേഡിയത്തിന്റെ നവീകരണത്തോടെ കായിക രംഗത്ത് ഏറെ പ്രതീക്ഷകൾ നൽകാൻ സാധിക്കുന്നതോടൊപ്പം കായിക പ്രേമികളുടെ ചിരകാല സ്വപ്നം കൂടി സാധ്യമാകുമെന്നും MLA പറഞ്ഞു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷവും കായിക വകുപ്പിൻ്റെ 50 ലക്ഷവും ചേർത്ത് 1 കോടി രൂപയ്ക്കാണ് നവീകരണ പ്രവർത്തനം ആരംഭിച്ചത്. അതിമനോഹരമായ രീതിയിൽ ഫുട്ബോൾ ഗ്രൗണ്ട് ഒരുക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഗാലറി, ഫുട്ബോൾ മത്സരങ്ങൾ കാണികൾക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന ഗാലറി സംവിധാനം ഗ്രൗണ്ടിൽ ചേർക്കുകയാണ്. 4 വശത്തും പൂർണ്ണമായും ഫെൻസിങ് ഉൾപ്പെടെ ചേർത്ത് വെച്ചുകൊണ്ടും ഫ്ലഡ് ലൈറ്റ് സംവിധാനം ഉൾപ്പെടെ ഒരുക്കിയിട്ടാണ് അതിമനോഹരമായ കുഞ്ഞിമംഗലം മിനി സ്റ്റേഡിയം അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് ഏപ്രിൽ 20 നമുക്ക് പ്രവൃത്തി പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ്. ഏപ്രിൽ അവസാനത്തോടുകൂടി കുഞ്ഞിമംഗലം പഞ്ചായത്തിൻ്റെ മിനി സ്റ്റേഡിയം അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് തുറന്നു കൊടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് കാണുന്നത്. മറ്റ് സ്റ്റേഡിയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഫ്ലഡ് ലൈറ്റ് സംവിധാനം പൂർണ്ണമായിട്ടും കുഞ്ഞിമംഗലം പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതിമനോഹരമായ ഗാലറി, സെവൻസ് ഫുട്ബോൾ പൂർണ്ണമായി നടത്താൻ പറ്റത്തക്ക വിധത്തിൽ സെവൻസ് ഫുട്ബോൾ സ്റ്റേഡിയമായിട്ടാണ് ഈ നവീകരണ പദ്ധതി ഇപ്പോൾ പൂർത്തീകരിക്കപ്പെടുന്നത്. MLAയോടൊപ്പം സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ പവിശങ്കർ S, ശ്രീനിധി M, KV വാസു, V ശങ്കരൻ, പഞ്ചായത്ത് അംഗങ്ങളായ E സന്ദീപ്, ബാലകൃഷ്ണൻ C, ലക്ഷ്മണൻ V എന്നിവരുമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അധ്യാപക കവചം ബോധവൽക്കരണ പരിപാടിയുടെ പയ്യന്നൂർ സബ് ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. KSTA ടീച്ചേഴ്സ് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ലഹരി വിപത്തിനെതിരെയുള്ള ബോധവൽക്കരണ പരിപാടിയാണ് അധ്യാപക കവചം. KSTA ടീച്ചേഴ്സ് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ലഹരി വിപത്തിനെതിരെ അധ്യാപക കവചം ബോധവൽക്കരണ പരിപാടിയുടെ പയ്യന്നൂർ സബ് ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ വിഭാഗം ആളുകളും ചേർന്നുകൊണ്ട് കേരളത്തിനകത്ത് കഴിഞ്ഞ കുറേ ദിവസക്കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ചില ആളുകൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിയമസഭക്കകത്ത് പ്രതിപക്ഷ നേതാവ് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ നിരോധിക്കുമോ മദ്യം എന്ന് ചോദിച്ചു. അപ്പോൾ മറ്റൊരു MLA എഴുന്നേറ്റിട്ട് പറഞ്ഞു, അടുത്ത കാലത്ത് നിങ്ങൾക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിരോധിക്കുമോ? അപ്പം രണ്ടാളും നിരോധിക്കും എന്ന വാചകം രണ്ടാളും പറഞ്ഞില്ല. നിരോധിച്ചത് കൊണ്ട് മാത്രം ഈ വ്യാപനം എന്ന് പറയുന്നത്, മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും വ്യാപനം എന്ന് പറയുന്നത് ഇല്ലാതാക്കാൻ കഴിയില്ല എന്നതാണ് പഴയകാല അനുഭവം എന്ന് പറയുന്നത്. KSTA മുൻ ജില്ലാ സെക്രട്ടറി K ശശീന്ദ്രൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K രാജീവൻ, M രാജേഷ്, P സരിത, K ജയാനന്ദൻ, E സുരേശൻ, CV ബാബു എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPI ചെറുതാഴം ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുയോഗം സംഘടിപ്പിച്ചു. മണ്ടൂരിൽ നടന്ന പൊതുയോഗം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സത്യൻ മൊകേരി ഉദ്ഘാടനം ചെയ്തു. CPI ചെറുതാഴം ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി മണ്ടൂരിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സത്യൻ മൊകേരി ഉദ്ഘാടനം ചെയ്തു. മണിപ്പൂരിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ്. ഒറ്റയ്ക്ക് അവിടെ പലപ്പോഴും നമ്മൾ പാർലമെന്റിൽ ജയിക്കുന്ന ഒരു പാർട്ടിയാണ്. നിരവധി അസംബ്ലി സീറ്റുകൾ നേടുന്ന ഒരു പാർട്ടിയാണ്. പാർലമെന്റിലോ അസംബ്ലിയിലോ സീറ്റ് ഇല്ലെങ്കിൽ ചില സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ മണിപ്പൂരിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരമുള്ള പാർട്ടിയാണ്. എന്ന് പറഞ്ഞാൽ സീറ്റില്ലെങ്കിലും വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അംഗീകരിക്കും. അതിശക്തമായ തൊഴിലാളി പ്രസ്ഥാനം, അതിശക്തമായ മഹിളാ പ്രസ്ഥാനം, വിദ്യാർത്ഥി പ്രസ്ഥാനം, തൊഴിലാളി വർഗ പ്രസ്ഥാനം, ബുദ്ധിജീവികളുടെ സ്വാധീനം, വിദ്യാർത്ഥികളിൽ യുവാക്കളുടെ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ്. ജാതിയും മതവും വംശീയതയും ഇടകലർത്തി ജനങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരം നിലനിർത്താനുള്ള ശ്രമമാണ് നടന്നുവരുന്നത്.
ഇതിനെതിരെ രാജ്യത്താകമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ നടന്നുവരികയാണെന്ന് സത്യൻ മൊകേരി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വേലിക്കാത്ത് രാഘവൻ, ബാബു രാജേന്ദ്രൻ, പി നാരായണൻ, ജിതേഷ് കണ്ണപുരം, സി മോഹൻദാസ്, രേഷ്മ പരാഗൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഞായറാഴ്ച വടക്കില്ലം ഗോവിന്ദൻ നമ്പൂതിരി നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പൊതുപരിപാടികളിൽ സജീവമായി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ത്രീ പദവി പഠന റിപ്പോർട്ട് പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ADM നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് ഏറെ വിമർശനങ്ങൾ നേരിട്ടിരുന്ന PP ദിവ്യ ഏറെക്കാലം പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. എന്നാൽ വീണ്ടും പരിപാടികളിൽ സജീവമാവുകയാണ് PP ദിവ്യ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ത്രീ പദവി പഠന റിപ്പോർട്ട് പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. അവസാനമാണ് വനിതാ കാലിത്തീറ്റ എന്നൊരു പദ്ധതി കൂടി നമ്മുടെ മുമ്പിലേക്ക് സമർപ്പിക്കാൻ വേണ്ടിയത്. കാലിത്തീറ്റ പദ്ധതി കൂടി എന്താണ് വനിതാ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പോഴാണ് ഇതിനൊരു പഠന റിപ്പോർട്ട് ഉണ്ടാവുന്നത്. കൃത്യമായിട്ട് ഈ പഠനം എങ്ങനെ വിനിയോഗിക്കണം എന്നത് സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം എന്ന് ഗൗരവമായി DPC ചർച്ച ചെയ്യണം. കണ്ണൂർ ജില്ലയിലെ ആദ്യഘട്ടത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ പകുതിയിലധികം തദ്ദേശ സ്ഥാപനങ്ങൾ നന്നായി സഹകരിച്ചു. സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുവാനും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാനുമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ത്രീ പദവി പഠന റിപ്പോർട്ട് 2022-24 വർഷത്തെ പ്രവർത്തനങ്ങൾ ഏകീകരിച്ചുകൊണ്ട് മികച്ച നിലയിലുള്ള പഠന റിപ്പോർട്ടാണ് തയ്യാറാക്കിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് D വിമല, കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് K രതി, AV രവീന്ദ്രൻ, പ്രേമ സുരേന്ദ്രൻ, K നിർമ്മല, K ലത, പ്രജിത പ്രദീപ്, അനഘ പ്രകാശ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ ചെറാട്ട് നിർമ്മിച്ച ജനകീയ കുടുംബാരോഗ്യ കേന്ദ്രം സബ് സെന്ററിന്റെ ഉദ്ഘാടനം M വിജിൻ MLA നിർവഹിച്ചു. 12.5 ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം പണി പൂർത്തീകരിച്ചത്. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ ചെറാട്ട് നിർമ്മിച്ച ജനകീയ കുടുംബാരോഗ്യ കേന്ദ്രം സബ് സെന്ററിന്റെ ഉദ്ഘാടനം M വിജിൻ MLA നിർവഹിച്ചു. ഇവിടെ പഞ്ചായത്തിന്റെ സ്ഥലം ബ്ലോക്ക് പഞ്ചായത്ത് ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടിൽ അനുവദിക്കുകയും ചുറ്റുമതിൽ ഉൾപ്പെടെ കെട്ടാൻ പഞ്ചായത്ത് 2.5 ലക്ഷം രൂപ അനുവദിക്കുകയും അങ്ങനെ 12.5 ലക്ഷം രൂപയ്ക്ക് ചുറ്റുമതിലും അതിമനോഹരമായ കെട്ടിടവും എല്ലാവിധ സംവിധാനങ്ങളും ഇതിനകത്തുണ്ട്. ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. ചെറിയ കാര്യങ്ങളാണ് ഇതിനകത്ത് നിർവഹിക്കേണ്ടത്. അത് പഞ്ചായത്തിനോ ബ്ലോക്ക് പഞ്ചായത്തിനോ വളരെ വേഗതയിൽ നിർവഹിക്കാൻ പറ്റുന്ന ചില ചെറിയ ഭാഗങ്ങൾ മാത്രം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 10 ലക്ഷവും പഞ്ചായത്തിന്റെ 2.5 ലക്ഷവും ചേർത്ത് 12.5 ലക്ഷം രൂപ ചിലവിലാണ് കെട്ടിടം പണി പൂർത്തീകരിച്ചത്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല അധ്യക്ഷത വഹിച്ചു. കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് M ശശീന്ദ്രൻ, KP റീന, K ശോഭ, K അശോകൻ, M ഉല്ലാസൻ, ഡോക്ടർ ഷീബ നായർ, PP സന്തോഷ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ റൂറൽ ബാങ്ക് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് 2 വീൽചെയറുകൾ സംഭാവനയായി നൽകി. സ്റ്റേഷൻ മാസ്റ്റർ രമേശ് വീൽചെയറുകൾ ഏറ്റുവാങ്ങി. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിന്റെ ഭാഗമായി പയ്യന്നൂർ റൂറൽ ബാങ്ക് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന വീൽചെയർ ആവശ്യമുള്ള രോഗികളായ യാത്രക്കാർക്കും ഭിന്നശേഷിക്കാർക്കും പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നതിനും പുറത്തേക്ക് പോകുന്നതിനുമായി ഉപയോഗപ്പെടുത്തുന്നതിനായി 2 വീൽചെയറുകൾ സംഭാവനയായി നൽകി. ബാങ്ക് പ്രസിഡന്റ് KK ഗംഗാധരൻ വീൽചെയർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ വികസനത്തിന്റെ പാതയിലാണെന്ന് നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ എത്തിച്ചേരുന്ന ഒരുപാട് രോഗികൾ, അതായത് പേഷ്യൻസ് നമ്മുടെ ഈ സ്റ്റേഷന് മംഗലാപുരത്തായാലും പരിയാരം മെഡിക്കൽ കോളേജിലായാലും മറ്റ് സ്റ്റേഷനിലേക്കും വിവിധ ആവശ്യങ്ങൾക്ക് രോഗചികിത്സക്കായി പോകുന്നുണ്ട്. അവർ വരുന്ന സമയത്ത് നമുക്ക് വീൽചെയർ കൃത്യമായി എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നു. അവർ ഡയാലിസിസ്, അതുപോലെ തന്നെ കീമോതെറാപ്പി കഴിഞ്ഞ് അവശരായി വരുന്ന രോഗികൾ. സ്റ്റേഷൻ മാസ്റ്റർ രമേശ് വീൽചെയറുകൾ ഏറ്റുവാങ്ങി. പയ്യന്നൂർ റൂറൽ ബാങ്ക് സെക്രട്ടറി O നാരായണൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. KK കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രമോദ്, പൊതുപ്രവർത്തകൻ മൊയ്തീൻകുട്ടി,
ബാങ്ക് ഡയറക്ടർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിൽ സ്ഥിരം യാത്രക്കാരായ ബീഡി തൊഴിലാളിക്ക് സഹയാത്രികർ നൽകിയ യാത്രയയപ്പ് കൗതുകമായി. മധുരപലഹാരങ്ങൾ വിളമ്പിയും ഉപഹാരങ്ങൾ നൽകിയും യാത്രയയപ്പ് നടന്നത്. സ്ഥിരം യാത്രക്കിടെ സ്വകാര്യ ബസ്സിൽ മിനിറ്റുകൾ നീളുന്ന ഒരു യാത്രയയപ്പ്. തൃക്കരിപ്പൂർ പയ്യന്നൂർ റൂട്ടിലോടുന്ന ദമാസ് ബസ്സാണ് കൗതുകമുണർത്തുന്ന ഈ യാത്രയയപ്പിന് വേദിയായത്. സഹയാത്രക്കാരും ബസ് ജീവനക്കാരും ചേർന്നാണ് വേറിട്ട യാത്രയയപ്പ് നടത്തിയത്. ശനിയാഴ്ച തൃക്കരിപ്പൂർ ചൊവ്വേരി പെട്രോൾ പമ്പിനടുത്തുള്ള ദിനേശ് ബീഡി ബ്രാഞ്ചിൽ നിന്ന് വിരമിക്കുന്ന തൊഴിലാളിയായ പിലിക്കോട് വയൽ സ്വദേശിനി നാരായണിക്കാണ് ഇത്തരത്തിൽ മനോഹരമായ ഒരു യാത്രയയപ്പ് ലഭിച്ചത്. സാധാരണ യാത്രയയപ്പ് ചടങ്ങിൽ എന്നതുപോലെ ഉപഹാരം നൽകിയതിനു പുറമെ സ്ഥിരം യാത്രക്കാരുടെ കയ്യിൽ നിന്നും പുതുവസ്ത്രവും നാരായണിക്ക് സമ്മാനമായി ലഭിച്ചു. തുടർന്ന് മധുര പലഹാരങ്ങൾ മുഴുവൻ യാത്രക്കാർക്കും വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ BEMLP സ്കൂളിൽ പഠനോത്സവവും നവീകരിച്ച കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ BEMLP സ്കൂളിൽ പഠനോത്സവവും കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ മികവ് പൊതുസമൂഹത്തെ കാണിക്കാൻ പാകത്തിലുള്ള ഈ പഠനോത്സവങ്ങൾ ഏറെ മാതൃകാപരമാണ് എന്ന് കാണുകയാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏറെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി പഠന മികവ് ഓരോ വർഷം കൂടുമ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിദ്യാഭ്യാസ രീതിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാമൂഹ്യപരമായും സാംസ്കാരികപരമായും ഏറെ പ്രാധാന്യത്തോടുകൂടി കാണുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമായിട്ട് കാണാൻ വേണ്ടി കഴിയും. PTA പ്രസിഡന്റ് KV രഘു ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ലസിത സാമുവൽ, മണിയറ ചന്ദ്രൻ, ഉമേഷ് MV, അഡ്വക്കേറ്റ് KK ശ്രീധരൻ, പോത്തേര കൃഷ്ണൻ, U രതീഷ്, രമ്യ അനൂപ്, B സജിത്ലാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. നവീകരിച്ച കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP സമീറ ടീച്ചർ നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെണ്ട ജീര വെള്ളരിക്ക തിത്തിത്താര തിത്തിത്തൈ. ഫുട്വെയർ, ട്രാവൽ ബാഗ്, കുട്ടികൾക്കുള്ള ചെരുപ്പുകൾ, ലേഡീസ് ബാഗ്സ് എന്നിവയുടെ റീറ്റെയിൽ സ്ഥാപനമായ മെട്രൻസിന്റെ 14ാമത് ഷോറൂം പയ്യന്നൂരിൽ ഷോപ്രിക്സിന് സമീപം മെയിൻ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. TI മധുസൂദനൻ MLA ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫുട്വെയർ, ട്രാവൽ ബാഗ്, കുട്ടികൾക്കുള്ള ചെരുപ്പുകൾ, ലേഡീസ് ബാഗ്സ് എന്നിവയുടെ റീറ്റെയിൽ സ്ഥാപനമായ മെട്രൻസിന്റെ 14ാമത് ഷോറൂം പയ്യന്നൂരിൽ ഷോപ്രിക്സിന് സമീപം മെയിൻ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. TI മധുസൂദനൻ MLA ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
സാബിക്കലി ശിഹാബ് തങ്ങൾ ആദ്യ വിൽപ്പന നിർവഹിച്ചു. കമ്പനി ചെയർമാൻ ഷാജുദ്ദീൻ, നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, ഡയറക്ടർമാരായ NM സുബേർ, ഷെറിൽ മുഹമ്മദ്, ഷാനിഷ് ഖാദർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പയ്യന്നൂരിലെ ഏറ്റവും വലിയ ഫുട്വെയർ ഷോറൂമായ മെട്രൻസിൽ 199 രൂപ മുതൽ തുടങ്ങുന്ന ചെരുപ്പുകളും 460 രൂപ മുതൽ തുടങ്ങുന്ന ലേഡീസ് ബാഗുകളും ട്രോളുകളുടെ കോംബോ ഓഫറായ 3 പീസ് വാക്കിന് വെറും 5890 രൂപ മുതലും ലഭ്യമാണ്. ലോകോത്തര നിലവാരം പുലർത്തുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരം തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏതു ബഡ്ജറ്റിനും അനുയോജ്യമായ വിലയിലാണ് ഇവിടെ ഉൽപ്പന്നങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ടൗണിൽ ഇഫ്താർ വിരുന്നൊരുക്കുന്നതിൽ 19 വർഷം പൂർത്തിയാക്കിയ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിലെ വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നോമ്പ് 13-ന് സമൂഹ നോമ്പുതുറ നടത്തി. ഹയാത്ത് കോംപ്ലക്സിൽ നടന്ന ഇഫ്താർ വിരുന്ന് നാർക്കോട്ടിക് സെൽ DYSP MI ഷാജി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവരെ ഒരുമിച്ചിരുത്തി സൗഹൃദം പങ്കുവയ്ക്കുന്നതിന് വേദിയൊരുക്കാറുള്ള വ്യാപാരി കൂട്ടായ്മയുടെ ഇഫ്താർ വിരുന്ന് 19 വർഷം പിന്നിടുകയാണ്. ഹയാത്ത് കോംപ്ലക്സിൽ നടന്ന ഇഫ്താർ വിരുന്ന് നാർക്കോട്ടിക് സെൽ DYSP MI ഷാജി ഉദ്ഘാടനം ചെയ്തു. നോമ്പുതുറ സംഗമം എന്ന് പറയാമെങ്കിലും ഇതൊരു സാമൂഹ്യ സംഗമമായിട്ടാണ് ഇന്ന് നമ്മുടെ കേരള സമൂഹം കാണുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ ടൗൺ ജുമാ മസ്ജിദ് ഇമാം ചുഴലി മുഹിയുദ്ദീൻ മുസ്ലാർ മുഖ്യാതിഥിയായിരുന്നു. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത്, സ്റ്റുഡന്റ് ഡോക്ടർ CKP കുഞ്ഞബ്ദുള്ള, ഡോക്ടർ K സുധാകരൻ, AG നൂറുൽ അമീൻ, K മുഹമ്മദ് ആരിഫ്, VPP ഷുഹൈബ്, TS നജീബ്, VPP മുസ്തഫ, VV അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ട്രേഡ് ഹൗസ് എനർജി ഗാലറി രാമപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ട്രേഡ് ഹൗസ് എനർജി ഗാലറി ചെറുതാഴം രാമപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. വീഗാർഡിൻ്റെ എല്ലാതരം സംവിധാനങ്ങളും ഈ മേഖലയിൽ സോളാർ, അതോടൊപ്പം തന്നെ ഇൻവെർട്ടർ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് അത് ഈ വിപുലമായ ഒരു സംരംഭത്തിന് ഇന്ന് ഈ രാമപുരത്ത് തുടക്കം കുറിക്കുന്നത്. തീർച്ചയായും ഏതൊരു സംരംഭത്തിൻ്റെയും വിജയമെന്ന് പറയുന്നത് നാട്ടുകാരുടെ വലിയ പിന്തുണയാണ്. ആ വലിയ പിന്തുണ ഈ സംരംഭത്തിനും ഉണ്ടാകണം. ആ പിന്തുണയാണ് ഇതിൻ്റെ വിജയത്തിലേക്ക് നയിക്കുക. വീഗാർഡ് കമ്പനിയുടെ സോളാർ ഓൺ ഗ്രിഡ്, സോളാർ ഓഫ് ഗ്രിഡ്, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയവയുടെ വിൽപ്പനയും സർവീസും ലഭിക്കും. 78,000 സബ്സിഡിയോടുകൂടി ലോൺ സൗകര്യവും ലഭ്യമാണ്. സ്പെഷ്യൽ ഓഫറായി 1 വർഷത്തെ സൗജന്യ സർവീസും ലഭിക്കും. നമ്മൾ ട്രേഡ് ഹൗസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 25 വർഷത്തെ സേവന പാരമ്പര്യമുണ്ട് ഞങ്ങൾക്ക്. മാർക്കറ്റിൽ നിങ്ങൾ എവിടെ അന്വേഷിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ട്രേഡ് ഹൗസിൻ്റെ സർവീസിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീഗാർഡിനെ ചൂസ് ചെയ്തത്. വീഗാർഡിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ, കാസർഗോഡ്, കാലിക്കറ്റ് ഓൺ സർവീസ് സ്റ്റേഷനുണ്ട്. അതുമാത്രമല്ല ഈ പാനൽസിൻ്റെ എല്ലാം ഗ്യാരണ്ടി വരുന്നതെന്ന് വെച്ചാൽ 30 ഇയേഴ്സാണ്. ബാക്കിയുള്ള ഒരുപാട് പ്രോഡക്റ്റ് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. നമ്മൾക്ക് അതിൻ്റെ സേവനം കൊടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ വീഗാർഡിനെ ചൂസ് ചെയ്തത്. നമ്മൾ പിലാത്തറയിൽ പുതിയതായിട്ട് ട്രേഡ് ഹൗസ് എനർജി നമ്മുടെ വീഗാർഡിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂമായിട്ട് നമ്മുടെ വീഗാർഡിൻ്റെ സോളാർ പവർ സിസ്റ്റം, ഇൻവെർട്ടർ, ബാറ്ററി, വാട്ടർ ഹീറ്റർ നല്ലപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു സ്ഥാപനം ഇതിന് എക്സ്ക്ലൂസീവായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാനും കറണ്ട് ബില്ല് നമുക്ക് നല്ലപോലെ കുറച്ചിട്ട് KSEBക്ക് നൽകാനും അതിന് വേണ്ടിയിട്ട് സർവീസ് സെൻ്ററും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് വീഗാർഡിൻ്റെ പുതിയൊരു സംരംഭമാണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ, സോളാർ പവർ സിസ്റ്റം കേരള മാനേജർ K വിനീത് കുമാർ, IV ശിവരാമൻ, V രമേശൻ, MV വത്സൻ, ശോഭിത S ദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ പ്രഥമ MV ഗീതാമണി ടീച്ചർ സ്മാരക റീഡേഴ്സ് അവാർഡ് കൂക്കാനം സ്കൂളിലെ ശബരിനാഥിന് കൈമാറി. സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് ഉപഹാര സമർപ്പണം നടത്തി. കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ പ്രഥമ MV ഗീതാമണി ടീച്ചർ സ്മാരക റീഡേഴ്സ് അവാർഡ് കൂക്കാനം സ്കൂളിലെ ശബരിനാഥിന് കൈമാറി. കൂക്കാനം AKG സ്മാരക വായനശാല പരിസരത്ത് വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് ഉപഹാര സമർപ്പണം നടത്തി. സ്കൂളിന്റെ പൊതു ഇടം പഠനോത്സവത്തിന്റെ ഭാഗമായാണ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചത്.
പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ ശിവഗംഗ എച്ച്, അനുശ്രീ എന്നീ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വെച്ച് അംബികാസുധൻ മാങ്ങാട് കൈമാറി. ഞാനിവിടെ വന്നു ചേരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എൻ്റെ പ്രിയ സുഹൃത്ത് വി രവീന്ദ്രൻ, അദ്ദേഹം എന്നെ അധ്യാപകനെന്ന് വിശേഷിപ്പിച്ചു. ഞാൻ ഒരിക്കലും കുട്ടികളെ ഗുരുവായിട്ട് അല്ലെങ്കിൽ ശിഷ്യരായിട്ട് പരിഗണിക്കുന്ന ഒരാളായിരുന്നില്ല. എപ്പോഴും സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് എല്ലാ കാലത്തും കണ്ടിരുന്നത്. അതുകൊണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് വി രവീന്ദ്രൻ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് എന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. എന്നെക്കുറിച്ച് തന്നെ ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അംബികാസുധന് ഇനിയും പറയാനുണ്ട് എന്ന പേരിലൊരു പുസ്തകം തന്നെ എഴുതിയ ആളാണ്. അപ്പോൾ രവീന്ദ്രൻ വിളിക്കുമ്പോഴെനിക്ക് നാട്ടിലേക്ക് വരാതിരിക്കാൻ പറ്റില്ല. മറ്റൊരു കാര്യം, ഗീതാമണി ടീച്ചറുടെ പേരിലുള്ള പുരസ്കാരമാണ്. ചടങ്ങിൽ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വി പ്രേമരാജൻ മാസ്റ്റർ, എം ശശിമോഹനൻ, പ്രഥമാധ്യാപകൻ രവീന്ദ്രൻ, രാധാകൃഷ്ണൻ കുടുവക്കുളങ്ങര തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ പ്രൊജക്ടിലെ അങ്കണവാടി വർക്കർമാർക്ക് പോഷൻ ബി പഠായി ബി പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ പ്രൊജക്ടിലെ അങ്കണവാടി വർക്കർമാർക്ക് പോഷൻ ബി പഠായി ബി പരിപാടി സംഘടിപ്പിച്ചു. മാത്തിൽ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. എങ്ങനെ വ്യക്തിപരമായിട്ട് നമുക്ക് നമ്മുടെ പഞ്ചായത്തിനകത്ത് നമ്മുടെ അംഗൻവാടിയിൽ പ്രയോഗിക്കാൻ വേണ്ടി പറ്റും, ഇതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയം. 3 ദിവസം ഇവിടെ വന്ന് നമ്മുടെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മൾ ഇതിനകത്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് നിങ്ങളുടെ സർവീസിനകത്ത് നിങ്ങൾക്ക് പരമാവധി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിലേക്കായിരിക്കണം നിങ്ങൾ ഇനിയുള്ള മുന്നോട്ടുള്ള പോക്ക്. ഇവിടെ മാഡം സ്വാഗത പ്രശ്നത്തെ പറഞ്ഞല്ലോ, നമുക്കിത് എങ്ങനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ 3 ദിവസത്തെ നമ്മുടെ ട്രെയിനിങ്ങിനും പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുമെന്നുള്ളത് വ്യത്യസ്തമായി ഓരോ മേഖലയിലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഉണ്ടാകുന്നത്. അങ്കണവാടി പോഷൻ 2.0യുടെ പ്രധാന ഘടകങ്ങളിൽ ഒന്നായ ആദ്യകാല ശിശു സംരക്ഷണവും വിദ്യാഭ്യാസവും ബാല്യകാലാരോഗ്യ പോഷകാഹാര സേവനം, ആധുനിക സൗകര്യങ്ങളോടുകൂടിയ അങ്കണവാടി തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 100 അങ്കണവാടി വർക്കർമാർക്കാണ് പരിശീലനം നൽകിയത്. പരിശീലനം 3 ദിവസം നീണ്ടുനിന്നു. നീതു MP, രാധ കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. 6ാമത് ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരി സ്മാരക ഫോക്ലോർ പുരസ്കാരം ഡോക്ടർ KKN കുറുപ്പിന് സമർപ്പിച്ചു. കുന്നരു കാരന്താട് നടന്ന വിഷ്ണു മാസ്റ്റർ അനുസ്മരണ സമ്മേളനത്തിൽ വച്ച് കേരള ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. കുന്നരു മലയാളം വായനശാലയും ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരി സ്മാരക ഫോക്ലോർ പഠന കേന്ദ്രവും വിഷ്ണു മാഷിന്റെ കുടുംബത്തിന്റെ സഹകരണത്തോടെ നൽകുന്ന 6ാമത് ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരി സ്മാരക ഫോക്ലോർ പുരസ്കാരം കുന്നരു കാരന്താട് നടന്ന വിഷ്ണു മാസ്റ്റർ അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് ഡോക്ടർ KKN കുറുപ്പിന് സമർപ്പിച്ചു. ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. പഠനകേന്ദ്രം പ്രസിഡന്റ് PP ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. T ഗോവിന്ദൻ, P ബാലൻ പെരുവണ്ണാൻ, MK വത്സൻ പണിക്കർ, CM നീലകണ്ഠൻ, MV സുവർണിനി എന്നിവർ ചേർന്ന് സ്മൃതിദീപം കൊളുത്തി. ഡോക്ടർ രാമന്തള്ളി രവി പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. ഡോക്ടർ MV ലളിതാംബിക, V പ്രമോദ്, കുപ്പത്തി കുഞ്ഞിരാമൻ, PV നാരായണൻ, VV രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ താവം ഗ്രാമവേദിയുടെ വടക്കൻ പെരുമ നാടൻ പാട്ടുകൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ നിർധരരായ A ക്ലാസ് അംഗങ്ങൾക്ക് കേരള സഹകരണ വകുപ്പിന്റെ പദ്ധതിയായ മെമ്പർ റിലീഫ് ഫണ്ട് വിതരണ ഉദ്ഘാടനം പയ്യന്നൂർ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ സൈബുനിസ MK ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ നിർധനരായ A ക്ലാസ് അംഗങ്ങൾക്കുള്ള കേരള സഹകരണ വകുപ്പിന്റെ പദ്ധതിയായ മെമ്പർ റിലീഫ് ഫണ്ട് വിതരണോദ്ഘാടനം നടന്നു. പയ്യന്നൂർ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ സൈബുനിസ MK ഉദ്ഘാടനം നിർവഹിച്ചു. ഈ 5 ഘട്ടങ്ങളുമായി കണ്ണൂർ ജില്ലയിൽ മാത്രം 4486 9,69,40,40,000 രൂപ വിതരണം നടത്തി കഴിഞ്ഞു.
കഴിഞ്ഞ മറ്റേതൊരു ധനകാര്യ സ്ഥാപനം ചെയ്യാത്ത ഒന്നാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം. സഹകരണ സംഘങ്ങൾ മുഴുവൻ നടത്താറുണ്ട്. അതായത് സംഘത്തിലെ മെമ്പർമാർക്ക്. ബാങ്ക് പ്രസിഡന്റ് കെ ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി ടി വി നിഷ, അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, ബാങ്ക് ഓഡിറ്റർ സീമാബായ്, പി ജയൻ, പി ടി പ്രേംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് തല പഠനോത്സവം ഏറ്റുകുടുക്ക AUP സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് തല പഠനോത്സവം ഏറ്റുകുടുക്ക AUP സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലകൾക്ക് വലിയ തോതിലുള്ള മത്സരം നടക്കുന്ന സമയം കൂടിയാണ്. മത്സരം നടത്തേണ്ടത് എവിടെയെങ്കിലുമുള്ള കുട്ടികളെ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പിടിച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടല്ല. ഈ സ്കൂളിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നത് പോലെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. നല്ല ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഇവിടെ സ്വാഭാവികമായിട്ട് ഒരു മാനേജ്മെന്റ് ചെയ്യേണ്ട കാര്യം അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആ അടിസ്ഥാന സൗകര്യം ഒരു UP സ്കൂളിൽ വേണ്ടതിലധികം സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഈ നാട്ടുകാരുടെ സ്കൂളായിട്ടുള്ള നാട്ടുകാരുടെ കമ്മിറ്റി നേതൃത്വം സ്കൂളിന്റെ മാനേജ്മെന്റിനെ കഴിഞ്ഞിട്ടുണ്ട്. TP രവീന്ദ്രൻ അധ്യക്ഷനായി. ചടങ്ങിൽ വച്ച് PV ബാലൻ മൈക്ക് സെറ്റ് സ്കൂളിനായി സമർപ്പിച്ചു. പ്രഥമാധ്യാപകൻ CK രമേശൻ മാസ്റ്റർ, TM സതീശൻ മാസ്റ്റർ, ബിന്ദുമോൾ KG, PV ബാലൻ, ശങ്കരൻ മാസ്റ്റർ, MV ഉമേഷ്, TV പ്രീത, രമ്യ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പഠനോത്സവത്തിൽ കുട്ടികൾ തയ്യാറാക്കിയ ഗണിതശാസ്ത്ര മേഖലകളിലെ കണ്ടെത്തലുകളുടെ പ്രദർശനവുമുണ്ടായി. രക്ഷിതാക്കളും നാട്ടുകാരുമടക്കം നിരവധി പേർ സ്കൂളിലെത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കർഷക സംഘം മാത്തിൽ നോർത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കർഷക സംഘം പെരിങ്ങോം ഏരിയ സെക്രട്ടറി KP ഗോപാലൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ അസംബ്ലി നിയോജക മണ്ഡലം തരിശുരഹിത കൃഷിഭൂമി പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘം മാത്തിൽ നോർത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശീതകാല പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം വടവന്തൂർ വയലിൽ നടന്നു. കർഷക സംഘം പെരിങ്ങോം ഏരിയ സെക്രട്ടറി KP ഗോപാലൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിനകം തന്നെ അത്തരം തരിശുഭൂമി കണ്ടെത്തി അതിൻ്റെ സർവേ നടത്തി ഇപ്പം തന്നെ കൃഷി ആരംഭിച്ചിട്ടുണ്ട്. പലയിടത്തും നെൽകൃഷിയാണ്. നെൽകൃഷി അസാധ്യമാകുന്ന സ്ഥലത്ത് മറ്റ് കാർഷിക വിളകൾ കൂടി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. നല്ല ഭക്ഷണം മനുഷ്യന് ലഭിക്കുക എന്ന് പറഞ്ഞാൽ മരുന്നിന് കൊടുക്കുന്ന പണം. ചടങ്ങിൽ P കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് കൃഷി ഓഫീസർ അനുജ രവീന്ദ്രൻ, കൃഷി അസിസ്റ്റന്റ് സന്ദീപ്, കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TM സതീശൻ മാസ്റ്റർ, K മോഹനൻ, K ദാമോദരൻ, കർഷക സംഘം സെക്രട്ടറി VV ഭാർഗവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തരിശായി കിടന്ന 75 സെന്റ് ഭൂമിയിലാണ് വെള്ളരി, കക്കിരി, പയർ, വെണ്ട, മത്തൻ, പാവൽ, നരമ്പൻ, തക്കാളി, വഴുതിന, വത്തക്ക തുടങ്ങിയ കൃഷികൾ 100 മേനി വിളഞ്ഞത്. 2025 ജനുവരി 16 കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി മെമ്പർ P ശശിധരനാണ് വിത്ത് നടൽ ഉദ്ഘാടനം നിർവഹിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വടശ്ശേരി ALP സ്കൂളിൽ പഠനോത്സവവും സംയുക്ത സർഗാത്മക ഡയറി പ്രകാശനവും നടന്നു. സ്കൂളിലെ എല്ലാ കുട്ടികളും ഇത്തരത്തിൽ ഡയറി എഴുതുന്നത് വേറിട്ടൊരു പ്രവൃത്തിയാവുകയാണ്. വടശ്ശേരി ALP സ്കൂളിൽ പഠനോത്സവവും സംയുക്ത സർഗാത്മക ഡയറി പ്രകാശനവും നടന്നു. വാർഡ് മെമ്പർ E രാജൻ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് ഒന്ന് സൂചന കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അവര് രാവിലെ ഉറങ്ങിയെണീക്കുന്ന മുതൽ വൈകുന്നേരം വരെയുള്ള അവരുടെ ഒരു ദിവസം എങ്ങനെ ചെലവഴിക്കുന്നു അതൊക്കെ കൃത്യമായി തന്നെ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ഡയറി ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ദിവസത്തെ പരിപാടികൾ. PTA പ്രസിഡന്റ് K പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട റീലിൽ പങ്കാളികളായവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. പ്രഥമാധ്യാപിക അജിത കുമാരി KN, PE മുരളീധരൻ, സൗമ്യ CP, ഗണേശൻ M, C കൃഷ്ണൻ, രമേശൻ ET തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു.
തുടർന്ന് സ്കൂൾ പരിസരത്ത് ഉൽപ്പാദിപ്പിച്ച പച്ചക്കറിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു. PTA പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ K. പങ്കജാക്ഷൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളുടെ മികവ് പ്രവർത്തനങ്ങൾ, ഇംഗ്ലീഷ് മലയാളം സ്കിറ്റുകൾ, പാഠഭാഗങ്ങളുടെ നൃത്താവിഷ്കാരങ്ങൾ, കവിപരിചയം എന്നിവയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം മാർച്ച് 16 ഞായറാഴ്ച ആരംഭിക്കും. പുരാവസ്തു തുറമുഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ വീണ്ടും വാഹനാപകടം. ചെറുതാഴം ഭാസ്കരൻ പീടികയിൽ കയറ്റത്തിൽ നിന്നും നിയന്ത്രണം വിട്ട നാഷണൽ പെർമിറ്റ് ലോറി വീടിന് സമീപത്തേക്ക് മറിഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി 9:45ഓടെയാണ് അപകടം. പയ്യന്നൂർ കോളേജിൽ ഹോളി ആഘോഷത്തിനിടെ വിദ്യാർത്ഥികൾ തമ്മിൽ കയ്യാങ്കളി. ഒരു വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. മുത്തത്തി സ്വദേശിയായ ഹിന്ദി 1ാം വർഷ വിദ്യാർത്ഥി അർജുനെയാണ് ഗുരുതരമായ പരിക്കുകളോടെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സീനിയർ ചമയരുത് എന്ന കാരണം പറഞ്ഞ് 1ാം വർഷ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ആക്രമിച്ചത് അതിക്രൂരമായി. ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ നെറ്റ്വർക്ക് ന്യൂസിനോട് അർജുൻ പങ്കുവച്ചു. ലഹരി പരിശോധന ശക്തമാക്കി കണ്ണപുരം പോലീസ്. ഇരിണാവ് കച്ചേരിത്തറയിൽ നിന്ന് 1000ഓളം പാക്കറ്റ് നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടി. പാപ്പിനിശ്ശേരി വെസ്റ്റ് ഇല്ലാപ്പുറത്തെ EP ജിയാദിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത്. ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.